നമസ്കാരം. കൈലാസ മാനസരോവർ യാത്ര ആഗ്രഹിച്ചിരിക്കുന്ന ആളുകൾക്ക് ഒരു സന്തോഷ വാർത്തയാണ് വന്നിരിക്കുന്നത്. 5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കൈലാസ യാത്ര പുനരാരംഭിച്ചിരിക്കുകയാണ്. അങ്ങനെ യാത്രയ്ക്കുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ നടപടികൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ വിദേശകാര്യ മന്ത്രാലയം ആരംഭിച്ചു കഴിഞ്ഞു. മുമ്പൊക്കെ ഈ കൈലാസ യാത്ര എന്ന് പറയുമ്പോൾ ട്രക്കിങ്ങിനുള്ള കഴിവ് കൂടി അതിന് അനിവാര്യമായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം കൈലാസ യാത്ര എവരി വൺസ് പീസ് ഓഫ് കേക്കായി മാറിക്കഴിഞ്ഞു. യാത്രയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക. അവസാനമായി കൈലാസയാത്ര നടന്നത് 2019 പിന്നീട് കോവിഡ് പാൻഡമിക് മൂലവും ഇന്ത്യ ചൈന ബന്ധം മോശമായതിനെ തുടർന്നും 2020 യാത്ര നിർത്തിവെക്കുകയായിരുന്നു. ആ സമയത്ത് ലഡാക്ക് മേഖലയിൽ ഇന്ത്യ ചൈന സംഘർഷമുണ്ടായി. കൂടാതെ ഗാൽവൻ മേഖലയിൽ 20 ഇന്ത്യൻ പട്ടാളക്കാരെ ചൈനീസ് സൈനികർ വധിച്ചു. അങ്ങനെ ഇന്ത്യ ചൈന ബന്ധം കൂടുതൽ വഷളായി. അതിൻ്റെ ഭാഗമായിട്ടാണ് യാത്ര നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. ഇന്ത്യക്കാർക്ക് യാത്ര നടത്താൻ കഴിഞ്ഞില്ലെങ്കിലും മറ്റ് രാജ്യക്കാരൊക്കെ നിർബാധം യാത്ര നടത്തി വന്നിരുന്നു. ഇന്ത്യക്കാരോടും അതുപോലെ നേപ്പാളികളോടും വളരെ കർശനമായ ഒരു നിലപാടാണ് ചൈനീസ് ഗവൺമെൻറ് സ്വീകരിച്ചത്. വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ കൈലാസ യാത്ര ആരംഭിക്കുന്നത് ജൂൺ മാസത്തിലാണ്. ജൂൺ മുതൽ ഓഗസ്റ്റ് വരെ നീണ്ടു നിൽക്കുന്ന ഒരു യാത്ര ഷെഡ്യൂളാണ് KMY പുറപ്പെടുവിച്ചിട്ടുള്ളത്. യാത്രയ്ക്കുള്ള അപേക്ഷ കൊടുക്കേണ്ടത് ഓൺലൈനിലാണ്. വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ കീഴിലുള്ള KMY.gov.in എന്ന സൈറ്റിലാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപേക്ഷ കൊടുക്കാനുള്ള അവസാന തീയതി മെയ് മാസം 13. യാത്രയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും ഈ വർഷം മുതൽ വന്ന മാറ്റങ്ങളെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം. ആദ്യമായി യാത്രയുടെ റൂട്ടുകളെക്കുറിച്ച് പറയാം. മുൻ വർഷങ്ങളിലെ പോലെ തന്നെ 2 റൂട്ടുകളിലായാണ് യാത്ര നടത്തുന്നത്. ഉത്തരാഖണ്ഡിലെ ലിപുലേഖ് പാസ് വഴിയും സിക്കിമിലെ നാഥുല പാസ് വഴിയും. ലിപുലേഖ് പാസ് വഴിയുള്ള യാത്രയാണെങ്കിൽ 1-ാം ദിവസം ഡൽഹിയിൽ നിന്ന് പുറപ്പെട്ട് ഉത്തരാഖണ്ഡിലെ ഒരു പ്രദേശമായ തനക്പൂരിൽ എത്തിച്ചേരും. 2-ാം ദിവസം തനക്പൂരിൽ നിന്ന് പുറപ്പെട്ട് ഇന്ത്യ നേപ്പാൾ അതിർത്തിയിലെ ഒരു മനോഹരമായ ഗ്രാമമായ ധാർചുല എന്ന സ്ഥലത്ത് എത്തിച്ചേരും. ധാർചുലയെക്കുറിച്ച് പറയുമ്പോൾ അത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കൈലാസ യാത്രയുടെ ബേസ് ക്യാമ്പായിട്ട് പ്രവർത്തിച്ച ഒരു പ്രദേശമാണ്. ധാർചുലയെ അടിസ്ഥാനമാക്കിയാണ് കൈലാസ യാത്രയുടെ ട്രെക്കിങ്ങും മറ്റും ആരംഭിക്കുന്നത്. അങ്ങനെ ധാർചുലയിൽ നിന്ന് ഒരു 50 കിലോമീറ്റർ ജീപ്പിൽ പോയിട്ട് മലയടിവാരത്തിലുള്ള ഒരു ഗ്രാമമായ നജാങ് എന്ന സ്ഥലത്തുനിന്ന് ദിവസങ്ങളോളം ട്രക്ക് ചെയ്തിട്ട് വേണം ഇന്ത്യ ചൈന അതിർത്തിയിലുള്ള ലിപുലേഖ് പാസിൽ എത്തിച്ചേരാൻ. കഴിഞ്ഞ യാത്രയ്ക്ക് ശേഷം ലിപുലേഖ് വരെയുള്ള റോഡ് തുറന്നു കൊടുത്തിട്ടുണ്ട്. 2019 ഈ റോഡിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. 2023 ഇതുവഴി പോയ സമയത്ത് കുറച്ച് ഭാഗത്തൊക്കെ സുന്ദരമായിട്ട് ടാർ ചെയ്ത കണ്ടീഷനിലാണ്. ബാക്കി കുറച്ച് ഭാഗത്തൊക്കെ ഓഫ് റോഡ് പരുവത്തിൽ കിടക്കുകയായിരുന്നു. അങ്ങനെ ഈ റോഡ് ഓപ്പൺ ചെയ്ത് കൊടുത്തതുകൊണ്ട് നജാങ് മുതൽ ബുധി വരെയും, ബുധി മുതൽ ഗുഞ്ചി വരെയും, ഗുഞ്ചി മുതൽ കാലാപാനി വരെയും, കാലാപാനി മുതൽ നവീദാങ് വരെയും, നവീദാങ് മുതൽ ഇന്ത്യ ചൈന അതിർത്തിയായ ലിപുലേഖ് വരെയുമുള്ള 5 ദിവസത്തെ ട്രക്കിംഗ് ആണ് ഒഴിവാക്കി കിട്ടിയത്. അങ്ങനെ മുമ്പൊക്കെ കഷ്ടപ്പെട്ട് ട്രക്ക് ചെയ്ത് നടന്നു പോയിരുന്ന ഈ ഒരു ഭാഗം അത് ജീപ്പിലിരുന്ന് സുഖമായിട്ട് നമുക്ക് പോകാൻ കഴിയുന്ന ഒരു പരുവത്തിലാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ ഈ ലിപുലേഖ് പാസ് വഴിയുള്ള യാത്ര അത് നടത്താനുള്ള ഒരേയൊരു അവകാശം വിദേശകാര്യ മന്ത്രാലയത്തിന് മാത്രമാണ്. സ്വകാര്യ ടൂർ ഓപ്പറേറ്റേഴ്സ് യാത്ര നടത്തുന്നത് നാഥുല പാസ് വഴിയാണ്. പുതിയ ഷെഡ്യൂൾ പ്രകാരം ധാർചുലയിൽ നിന്ന് ഒറ്റ ദിവസം കൊണ്ട് ബുധി വഴി ഗുഞ്ചിയിലെത്തും. അവിടെ നിന്ന് പിറ്റേ ദിവസം തന്നെ കാലാപാനി വഴി നവീദാങ്ങിലെത്തും. അക്ലമറ്റൈസേഷന് വേണ്ടി നവീദാങ്ങിൽ ഒരു ദിവസം തങ്ങിയിട്ട് പിറ്റേ ദിവസം ഇന്ത്യ ചൈന അതിർത്തിയായ ലിപുലേഖ് ക്രോസ് ചെയ്ത് ടിബറ്റിലെ നഗരമായ തക്കലക്കോട്ടിലെത്തും. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ലിപുലേഖ് ടോപ്പിൽ നിന്ന് താഴേക്ക് 1 കിലോമീറ്റർ മഞ്ഞിലൂടെ ഇറങ്ങിയിട്ട് വേണം നമ്മെ കാത്തു നിൽക്കുന്ന ചൈനയുടെ ബസ്സുകളിലേക്ക് എത്തിച്ചേരാൻ. ഈ ദൂരം നമ്മൾ നിർബന്ധമായിട്ടും നടന്നു തന്നെ ഇറങ്ങേണ്ടതായിട്ടുണ്ട്. പിറ്റേ ദിവസം തക്കലക്കോട്ടിൽ നിന്ന് കൈലാസ പരിക്രമണത്തിൻ്റെ ബേസ് ക്യാമ്പായ ദർച്ചൻ എന്ന സ്ഥലത്ത് എത്തിച്ചേരും. ഡർച്ചനിൽ ആരംഭിച്ച് 3 ദിവസം കൊണ്ടാണ് കൈലാസ പരിക്രമണം പൂർത്തിയാവുക. അതായത് 1-ാം ദിവസം ഡർച്ചൻ മുതൽ ഡറാപുക്ക് വരെ. ഈ ഡറാപുക്കിലാണ് നമ്മൾ ഫോട്ടോയിലൊക്കെ കാണുന്ന രീതിയിലുള്ള ആ ഒരു കൈലാസത്തിൻ്റെ ഏറ്റവും മനോഹരവും ക്ലാസിക്കുമായിട്ടുള്ള വ്യൂ നമുക്ക് ലഭിക്കുന്നത്. പിന്നീട് 2-ാം ദിവസം ഡറാപുക്ക് മുതൽ സുൻസുയിപ്പു വരെ, 3-ാം ദിവസം സുൻസുയിപ്പു മുതൽ ഡർച്ചൻ വരെയും, പിന്നീട് മാനസരോവറിൻ്റെ തീരമായ ഖുഗു വരെയും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഡർച്ചൻ മുതൽ ഡർച്ചൻ വരെയുള്ള 36 കിലോമീറ്റർ കൈലാസ പരിക്രമണ വഴി അത് ശരിക്കും മോട്ടോറബിൾ അല്ല എന്നുള്ളതാണ്. നമുക്ക് വേണമെങ്കിൽ നടക്കാം, അതല്ലെങ്കിൽ കുതിരപ്പുറത്ത് പോവാം. അപ്പോൾ ഈ റൂട്ടിലുള്ള ഈ കൈലാസ പരിക്രമണ റൂട്ടിലുള്ള മറ്റൊരു പ്രത്യേകതയാണ് കൈലാസ യാത്രയുടെ ഏറ്റവും ഉയർന്ന ആൾട്ടിറ്റ്യൂഡായ ഡോൽമ പാസ് നിൽക്കുന്നത് ഈ ഒരു വഴിയിലാണ്. ഡറാപുക്കിൻ്റെയും അതുപോലെ സുൻസുയിപ്പുവിൻ്റെയും ഇടയിലാണ് ഡോൽമ പാസ്.
പൂർണ്ണമായിട്ടും മഞ്ഞ് മൂടിക്കിടക്കുന്ന ഒരു പ്രദേശമാണ്. പിന്നെ ഏറ്റവും ദുഷ്കരമായൊരു പാസുമാണ് ഡോൽമ. കുതിരകൾ പോലും കിതയ്ക്കുന്ന ഒരു കാഴ്ച കാണാറുണ്ട്. അപ്പോൾ നമുക്ക് ഈ വഴിയിലൊക്കെ ചിലപ്പോൾ കുതിരയ്ക്ക് പോവുകയാണെങ്കിൽ പോലും നിർത്തിയിട്ട് നമുക്ക് ഇറങ്ങി നടക്കേണ്ട ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാവാറുണ്ട്. തുടർന്ന് മാനസരോവറിൻ്റെ തീരത്തുള്ള കുഗുവിൽ ഒരു ദിവസം ചെലവഴിച്ച ശേഷം സംഘം യാത്ര അവസാനിപ്പിച്ച് മടങ്ങുന്നു. ഇനി നമുക്ക് യാത്രയുടെ ഡ്യൂറേഷനെ കുറിച്ച് പറയാം. 2 റൂട്ടിലെയും പാക്കേജുകളുടെ ഡൽഹി ടു ഡൽഹി ഡ്യൂറേഷൻ 22 ദിവസമാണ്. ഇനി നമുക്ക് യാത്രയിൽ വന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങളെക്കുറിച്ച് പരിശോധിക്കാം. 5 വർഷങ്ങൾക്ക് ശേഷം യാത്ര ആരംഭിക്കുമ്പോൾ വന്ന പ്രധാനപ്പെട്ട ഒരു മാറ്റം പുതിയ റോഡ് ഓപ്പൺ ചെയ്തു എന്നുള്ളതാണ്. അതുകൊണ്ട് 5 ദിവസത്തെ ട്രെക്കിംഗ് ആണ് ഒഴിവായി കിട്ടിയത്. അപ്പോൾ പൂർണ്ണമായിട്ടും വാഹന ഗതാഗത യോഗ്യമായ ഒരു യാത്രയായിട്ട് നമുക്ക് ഇന്ത്യൻ സൈഡിലെ യാത്ര നമുക്ക് കാണേണ്ടി വരും. നേരെ മറിച്ച് ടിബറ്റൻ സൈഡിലാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഡർച്ചൻ മുതൽ ഡർച്ചൻ വരെയുള്ള ഒരു 36 കിലോമീറ്റർ അത് വാഹന ഗതാഗത യോഗ്യമല്ല. അതുപോലെ ഇതിനു മുമ്പ് ഇതുവരെ നമ്മൾ യാത്ര ചെയ്തിരുന്നത് ഈ ലിപുലേഖ് വരെയുള്ള യാത്ര ചെയ്തിരുന്നത് അത് ഏതാനും പർവ്വതങ്ങളൊക്കെ കയറി ഇറങ്ങിയിട്ട് വേണം. അപ്പോൾ ആ ഒരു യാത്രയുടെ ഒരു അനുഭവം, ആ ഒരു അനുഭൂതി, അപൂർവമായ സസ്യജാലങ്ങളുടെ ഇടയിലൂടെയുള്ള ആ ഒരു യാത്രയുടെ അനുഭവം അത് നമുക്ക് ഇനി സാധ്യമാവില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഇനി നമുക്ക് യാത്രയുടെ ചെലവിനെക്കുറിച്ച് പറയാം. KMY വെബ്സൈറ്റ് പ്രകാരം യാത്രയുടെ ചെലവായിട്ട് ലിപുലേഖ് വഴിയുള്ള ചെലവായിട്ട് കാണിച്ചിരിക്കുന്നത് 1,74,000 രൂപയാണ്. അതുപോലെ നാഥുല പാസ് വഴിയുള്ള യാത്രയുടെ എക്സ്പെൻസ് 2,83,000 രൂപയാണ്. കൂടുതൽ ചെലവ് വരുന്നത് നാഥുല പാസ് വഴിയുള്ള യാത്രയ്ക്കാണ്. ഇനി നമുക്ക് ഈ ഒരു എമൗണ്ടിൻ്റെ ബ്രേക്കപ്പ് പരിശോധിക്കാം. ലിപുലേഖ് വഴിയുള്ള യാത്ര അത് നടത്തുന്നത് ഈ ഉത്തരാഖണ്ഡ് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിന് കീഴിലുള്ള KMVN ആണ്, കുമയൂൺ മണ്ഡൽ വികാസ് നിഗം എന്ന ഏജൻസിയാണ്. അവർക്ക് വേണ്ട ഫീ ആണ് ആദ്യമായിട്ട് വരുന്നത്. അത് സിക്കിം വഴിയുള്ള യാത്രയാണെങ്കിൽ, നാഥുല വഴിയുള്ള യാത്രയാണെങ്കിൽ സിക്കിം ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനാണ്. അപ്പോൾ ഈ ലിപുലേഖ് വഴിയാണെങ്കിൽ KMVN കൊടുക്കേണ്ട എമൗണ്ട് 56,000 രൂപയാണ്. അതിൽ 5,000 രൂപ നമ്മൾ ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യുമ്പോൾ ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് നടത്തണം. ബാക്കി 51,000 രൂപ ഡൽഹിയിലെത്തിയിട്ട് പേയ്മെൻറ്റ് നടത്തണം. അതുപോലെ നാഥുല വഴിയാണെങ്കിൽ 40,000 രൂപയാണ് സിക്കിം ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുക്കേണ്ടത്. അതിൽ 5,000 രൂപ നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് ചെയ്യണം. ബാക്കി 35,000 രൂപ ഡൽഹിയിലെത്തിയിട്ട് അടയ്ക്കേണ്ടതുണ്ട്. പിന്നീട് വരുന്ന വേറൊരു എക്സ്പെൻസ് എന്ന് പറയുന്നത് മെഡിക്കൽ ചെക്കപ്പിനുള്ള ഒരു തുകയാണ്. അത് ഡൽഹിയിൽ ഹോസ്പിറ്റലിലാണ് പേയ്മെൻറ്റ് നടത്തേണ്ടത്. ആ എമൗണ്ട് 5,500 രൂപയാണ്. അതുപോലെ ഈ മെഡിക്കൽ ചെക്കപ്പിൽ പ്രത്യേകിച്ച് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒരു സ്ട്രെസ് എക്കോ ടെസ്റ്റ് എന്ന് പറയുന്നൊരു ടെസ്റ്റ് നടത്താൻ റെഫർ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ പിന്നെ 2,500 രൂപ ആ ടെസ്റ്റിന് വേണ്ടിയിട്ട് പേയ്മെൻറ്റ് നടത്തണം. പിന്നെ വരുന്ന മറ്റൊരു കാര്യം വിസ ഫീ ആണ്. ചൈനീസ് വിസയ്ക്കുള്ള ഫീ ആണ്. വിസ നമ്മൾ പേഴ്സണലായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. അത് ഗ്രൂപ്പായിട്ട് ഡൽഹിയിൽ നിന്ന് തന്നെ അവർ KMVN തന്നെ അല്ലെങ്കിൽ സിക്കിം ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ എടുത്തു തരും. അപ്പോൾ അതിന് വേണ്ട ഫീ 2,400 രൂപയാണ് നമ്മൾ പേയ്മെൻറ്റ് നടത്തേണ്ടത്. ഈ വിസ ഫീ അത് വലിയൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയൊരു കാര്യമായിരുന്നു. ഈ 2020 യാത്ര നിർത്തിവെച്ചതിന് ശേഷം പിന്നീട് യാത്ര തുടങ്ങാൻ ആലോചിക്കുന്ന സമയത്തൊക്കെ ചൈന ഈ വിസ ഫീ കുത്തനെ വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതാർക്കും അഫോർഡ് ചെയ്യാൻ കഴിയാത്ത അത്രയും വലിയൊരു എമൗണ്ടായിട്ട് ചൈന റീഫിക്സ് ചെയ്തു. പിന്നീട് ഇന്ത്യയുടെയും മറ്റും ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഇടപെടലാണോ എന്നറിയില്ല, അത് വീണ്ടും പഴയ 2,400 രൂപയായിട്ട് കുറച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വലിയൊരു വർധനവില്ലാത്തൊരു സംഖ്യയ്ക്ക് തന്നെ യാത്ര നടത്താനുള്ളൊരു സാഹചര്യം നമുക്ക് ഉണ്ടായിട്ടുണ്ട്. പിന്നെ മറ്റൊരു എമൗണ്ട് പറയുന്നത് കോമൺ പൂൾ മണി എന്ന പേരായൊരു 4,000 രൂപയാണ്. അത് ഗ്രൂപ്പിൻ്റെ മൊത്തത്തിലുള്ള കോമൺ ആയിട്ടുള്ള എക്സ്പെൻസുകൾക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങാനും ഒക്കെയുള്ള സെലിബ്രേഷനും മറ്റു കാര്യങ്ങൾക്കും ഗ്രൂപ്പ് ആക്ടിവിറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ടുള്ള ഒരു 4,000 രൂപയാണ്. അതുപോലെ പിന്നെ വരുന്നത് വലിയൊരു എമൗണ്ടാണ്. അത് ടിബറ്റൻ സൈഡിലുള്ള ട്രാൻസ്പോർട്ടേഷനും അതുപോലെ തന്നെ അക്കോമഡേഷനും ഒക്കെയുള്ള ആ ഒരു എമൗണ്ടാണ്. അത് US ഡോളറായിട്ടാണ് കൊടുക്കേണ്ടത്. ഡൽഹിയിൽ നിന്ന് നമ്മൾ ഡോളറായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് കയ്യിൽ കരുതേണ്ട എമൗണ്ടാണ്. ആ എമൗണ്ട് ഇപ്രാവശ്യം പറയുന്നത് ലിപുലേഖ് സൈഡിലാണെങ്കിൽ 1,200 US ഡോളറാണ്. നാഥുല വഴിയാണെങ്കിൽ അതിൻ്റെ ഇരട്ടി 2,400 USD ആയിട്ടാണ് കരുതേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഉള്ള എമൗണ്ടിനെ കൺസോളിഡേറ്റ് ചെയ്ത് റൗണ്ട് ചെയ്തിട്ടാണ് ഗവൺമെൻറ് ലിപുലേഖ് സൈഡിൽ 1,74,000 രൂപ എന്നുള്ളതും നാഥുല ഭാഗത്തേക്ക് 2,83,000 രൂപ എന്നും വെബ്സൈറ്റിൽ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഈ അവസാനമായിട്ട് പറഞ്ഞ 1,200 അല്ലെങ്കിൽ 2,400 അമേരിക്കൻ ഡോളർ ഉണ്ടല്ലോ, അതിൽ ഈ ചൈനീസ് ഭാഗത്തുള്ള പോണിയുടെയും പോർട്ടറിൻ്റെയും ചെലവ് ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് വെബ്സൈറ്റിൽ കാണുന്നത്. അതുകൊണ്ട് ചൈനീസ് സൈഡിലുള്ള
കുതിരയ്ക്കും പോട്ടറിനും വേണ്ടി പ്രത്യേകം ഒരു എക്സ്പെൻസ് വേണ്ടി വരില്ല എന്ന് തന്നെയാണ് നമ്മൾ കരുതേണ്ടത്. നേരെ മറിച്ച് ഇന്ത്യൻ സൈഡിലാണെങ്കിൽ പോണിയും പോട്ടറും എക്സ്പെൻസ് ഇപ്രാവശ്യം ഇല്ല. കാരണം അത്രയും ഭാഗം പൂർണ്ണമായിട്ടും മോട്ടോറബിളായി മാറിക്കഴിഞ്ഞു. വിദേശകാര്യ മന്ത്രാലയം മുഖേന യാത്ര നടത്താനുള്ള അല്ലെങ്കിൽ യാത്രയ്ക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യത നമുക്ക് പരിശോധിക്കാം. പ്രധാനമായിട്ടും വേണ്ടത് ഇന്ത്യൻ പൗരനായിരിക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ 6 മാസമെങ്കിലും കാലാവധി ബാക്കിയുള്ള ഇന്ത്യൻ പാസ്പോർട്ട് അപേക്ഷകന് ഉണ്ടായിരിക്കണം. 18 മുതൽ 70 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. പിന്നീട് വരുന്നത് ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ബോഡി മാസ് ഇൻഡെക്സ് 25 അതിൽ താഴെയോ ആയിരിക്കണം. അതുപോലെ നല്ല ഫിസിക്കലി ഫിറ്റായിട്ടുള്ള വ്യക്തിയായിരിക്കണം. നല്ല ആരോഗ്യസ്ഥിതിയുള്ള വ്യക്തിയായിരിക്കണം. ഈ ഹെൽത്ത് പരിശോധിക്കാൻ വേണ്ടി മെഡിക്കൽ ടെസ്റ്റുകൾ നടത്താറുണ്ട്. അത് പുറപ്പെടുന്നതിന് മുമ്പ് ഡൽഹി ഹാർട്ട് ആൻഡ് ലിവർ ഹോസ്പിറ്റലിലാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ യാത്രയ്ക്കിടയിലും ഒരു പ്രാവശ്യം നടത്താറുണ്ട്. ലിപുലേഖ് വഴിയാണെങ്കിൽ ഗുഞ്ചിയിൽ വെച്ചിട്ടും നാദുല വഴിയാണെങ്കിൽ ഷെറാത്താങ്ങിൽ വെച്ചിട്ടും മെഡിക്കൽ ടെസ്റ്റ് നടത്താറുണ്ട്. ഇതിൽ പരാജയപ്പെടുന്ന ആളുകളെ മേലോട്ട് കടത്തിവിടുന്നില്ല. ഹോസ്റ്റലായ ഒരു ക്ലൈമറ്റിക് കണ്ടീഷനുള്ള ഒരു പ്രദേശമായതുകൊണ്ടാണ് ഇത്രയും കടുത്ത നിയന്ത്രണങ്ങൾ. ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ വർഷത്തെ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ പാക്കേജുകളിൽ ആകെ എത്ര പേർക്ക് യാത്ര ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. കഴിഞ്ഞ പ്രാവശ്യങ്ങളിലൊക്കെ 2 റൂട്ടിലൂടെയും 18 വീതം ബാച്ചുകളുണ്ടായിരുന്നു. ഒരു ബാച്ചിലാണെങ്കിൽ 60 പേരായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്രാവശ്യം ഒരു ബാച്ചിൽ 50 പേര് ആണ് ഉള്ളത്. അതിൽ 2 റൂട്ടിലൂടെയും ഉള്ള ബാച്ചുകളുടെ എണ്ണവും കുറച്ചിട്ടുണ്ട്. ലിപുലേഖ് വഴിയാണെങ്കിൽ വെറും 5 ബാച്ച് മാത്രമാണ് ഇപ്രാവശ്യം ഉള്ളത്. നാദുല വഴിയാണെങ്കിൽ 10 ബാച്ചാണ്. അങ്ങനെ മൊത്തം 750 പേർക്ക് മാത്രമാണ് ഇപ്രാവശ്യം യാത്ര ചെയ്യാനുള്ള അവസരം. ഇമെയിൽ മുഖേന അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ബാച്ചിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ വിവരം നമ്മളെ ഓട്ടോമേറ്റഡ് ഇമെയിലായിട്ട് നമ്മളെ വിവരം അറിയിക്കും. ഏത് ബാച്ചിലാണ് സെലക്ട് ആയിരിക്കുക അല്ലെങ്കിൽ ഏത് റൂട്ടാണ് എന്നൊക്കെ ആ മെയിലിൽ പ്രത്യേകം കാണിച്ചിരിക്കും. നമ്മൾ യാത്രയ്ക്ക് പോകുന്ന സമയത്ത് കുറച്ച് രേഖകൾ കയ്യിൽ കരുതേണ്ടതുണ്ട്. അതിൽ ആദ്യമായിട്ട് 6 മാസമെങ്കിലും കാലാവധി ബാക്കിയുള്ള ഇന്ത്യൻ പാസ്പോർട്ടാണ്. ഈ 6 മാസം കണക്കാക്കുന്ന തീയതി സെപ്റ്റംബർ 1 വെച്ചിട്ടാണ്. അതുപോലെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ അത് 6 എണ്ണം കളർ ഫോട്ടോ നമ്മൾ കരുതേണ്ടതുണ്ട്. പിന്നീട് മറ്റൊരു കാര്യം ഒരു ഇൻഡെംനിറ്റി ബോണ്ടാണ്. 100 രൂപ മുദ്രപത്രത്തിൽ തയ്യാറാക്കി നോട്ടറി അഡ്വക്കേറ്റ് ഒപ്പുവെച്ച ഒരു ബോണ്ടാണ് വേണ്ടത്. മറ്റൊരു കാര്യം, എന്തെങ്കിലും അടിയന്തര സാഹചര്യം ഉണ്ടായാൽ നമ്മുടെ ചെലവിൽ ഹെലികോപ്റ്ററിൽ ഇവാക്യുവേറ്റ് ചെയ്യാം എന്നുള്ള ഒരു സമ്മതപത്രം അതും നമ്മൾ തയ്യാറാക്കി കയ്യിൽ കരുതേണ്ടതുണ്ട്. പിന്നെ അവസാനമായിട്ട് വേണ്ട ഒരു കാര്യം, ചൈനീസ് ടെറിട്ടറിയിൽ വെച്ച് മരണം സംഭവിക്കുകയാണെങ്കിൽ ആ ബോഡി ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിന് തടസ്സങ്ങളുണ്ട്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ചൈനീസ് ടെറിട്ടറിയിൽ തന്നെ നമ്മുടെ ബോഡി ക്രിമേറ്റ് ചെയ്യാം എന്നുള്ള ഒരു സമ്മതപത്രം കൂടി കരുതേണ്ടതുണ്ട്. അപ്പോൾ ഇത്രയുമാണ് വിദേശകാര്യ മന്ത്രാലയം മുഖേനയുള്ള കൈലാസ യാത്രയെ സംബന്ധിച്ച അടിസ്ഥാനപരമായ വിവരങ്ങൾ. ഇനി യാത്രയ്ക്ക് വേണ്ടി ഏത് റൂട്ട് തിരഞ്ഞെടുക്കും എന്ന് ചോദിക്കുകയാണെങ്കിൽ എൻ്റെ മറുപടി ലിപുലേഖ് എന്നായിരിക്കും. കാരണം ഒന്നാമതായിട്ട് കൈലാസ യാത്രയുടെ ഏറ്റവും പ്രാചീനമായ പരമ്പരാഗതമായ റൂട്ടാണ് ലിപുലേഖ്. മഹാപ്രസ്ഥാനത്തിൻ്റെ മാർഗം എന്നൊക്കെ പറയാറില്ലേ, സന്യാസിമാരും യോഗി വര്യന്മാരും മറ്റും കൈലാസത്തിലേക്ക് പദയാത്ര നടത്തിയിരുന്ന ഒരു റൂട്ടാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു വൈശിഷ്ട്യം ഈ പാതയ്ക്കുണ്ട്. അതുപോലെ വേറൊരു കാര്യം, ഹിമാലയത്തിൻ്റെ തനതായ സൗന്ദര്യം നമുക്ക് അനുഭവിക്കാൻ കഴിയും. ട്രക്കിംഗ് ഇല്ലെങ്കിലും വാഹന മുഖേനയാണെങ്കിലും ആ ഒരു സൗന്ദര്യം നമുക്ക് ശരിയായ രീതിയിൽ അനുഭവിക്കാൻ കഴിയുന്ന ഒരു പാതയാണ് ലിപുലേഖ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ചെലവ് കുറഞ്ഞ മാർഗമാണ് ലിപുലേഖ്. നാദുല പാസിനേക്കാളും 1 ലക്ഷത്തോളം രൂപ കുറഞ്ഞ ചിലവിൽ നമുക്ക് ഈ റൂട്ടിലൂടെ കൈലാസം ദർശിക്കാനാവും എന്നുള്ളതാണ്. അപ്പോൾ യാത്രയെക്കുറിച്ചുള്ള സംശയങ്ങളുണ്ടെങ്കിൽ അതൊക്കെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. അറിയാവുന്ന കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ പരമാവധി ശ്രമിക്കാം. താങ്ക് യു.